ജോലിച്ചർ എന്റെ അടുത്ത് പറയായിരുന്നു, എന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് നിന്റെ സമയം നന്നായതെന്ന്. ഇനി നിനക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. അലൻ ജോസ് ഒക്കെ എന്താണ് ഇപ്പൊ കഴിഞ്ഞതേ കുറച്ച് നേരം മുമ്പ് വന്ന് അദ്ദേഹത്തെ അണി ട്രാപ്പിൽ ആരോപെടുത്താൻ ശ്രമിക്കുന്നു. ഇവരൊക്കെ ഈ പെൺപിള്ളാരെ കിട്ടാത്ത എന്തോ പെൺപിള്ളാർക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നടക്കുന്ന പോലും ഗർഭമുണ്ടാക്കുന്ന ജാതിയാ എന്തോ പെൺപിള്ളാർക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നടക്കുന്ന ഒരുതരം സൈക്കോകളാണോ എനിക്ക് തോന്നുന്നു. ഞാനും ഈ പറയുന്ന ആറാട്ടണ്ണനൊക്കെ അത്യാവശ്യം മൂളയുള്ള മനുഷ്യന്മാരാണ്, നല്ല കഴിവുള്ള. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, പക്ഷേ ആ കാറ്റഗറിയിൽ ഒന്നും പെടുത്താൻ പറ്റാത്ത ഒരാളാണ് ഈ അലൻ ജോസ് പെരേര. ഒരു ദുരന്തമാണ് കേട്ടോ, അലൻ ജോസ് പെരേര ഒരു ദുരന്തം, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ചെകുത്താനും സന്തോഷ് വർക്കിയും ഡീസന്റ് ആണ്, ജോസ് പെരേര പോരാ എന്ന് പറഞ്ഞാ മോശമാണെന്ന രീതിയിലാ പറഞ്ഞത്. പെൺപിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്നത്തെ കാലത്ത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന കാര്യമുണ്ട് ചേച്ചി, ഷാരിക ചേച്ചി. ഇക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഷാരിക ഒരു ക്യാമറയെ മുന്നിൽ നിന്നിട്ട് അഭിനയിച്ച് ഒരു റീൽസ് ഇട്ടിട്ട് അത് വൈറലാകട്ടെ. ആക്ടിംഗ് കമ്പൗണ്ട് ഫേസ്, അഭിനയം മുഖത്ത് വരണം, എക്സ്പ്രഷൻ. അപ്പോൾ ഞാൻ പറയാം, ഷാരികക്ക് അഭിനയിക്കാൻ അറിയാം. ഷാരികക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചാൻസ് കിട്ടാത്തതുകൊണ്ടും സീരിയലിലും ചാൻസ് കിട്ടാത്തതുകൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആണ് നമ്മളുടെ ഷോർട്ട് ഫിലിമിന്റെ അഭിനയം കൊള്ളില്ല എന്നും. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും കേട്ടേ. കാരണം ഒരു ചേച്ചിയെ പോലെയാണ് ഷാരികയെ കാണുന്നത്. പക്ഷെ ഇവരുടെ ഈ പ്രസ്താവനയോടെ എനിക്ക് അവരെ അതിനവള് പെണ്ണാണോ? ആണേൽ അവൾക്ക് എന്താ മുടി നീട്ടി വളർത്തിയ തല്ലാൻ പറ്റില്ല, സ്ത്രീയായി പോയില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ മാനസികമായിട്ട് പ്രാകാൻ പറ്റും. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ.